ഒരിക്കൽ ഒരു അധ്യാപകൻ അയാൾ തൻ്റെ വിദ്യാർത്ഥികൾക്ക് തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൗഹീദാണ് പഠിപ്പിക്കുന്നത്. വീണ്ടും 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 അത് തന്നെ പഠിപ്പിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളിൽ ചിലർ പറഞ്ഞു, നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നാലോ, ഞങ്ങൾക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട്, വേറെ എന്തെങ്കിലും വിഷയം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. അടുത്ത ദിവസം അദ്ദേഹം തൻ്റെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ കുട്ടികളോട് പറഞ്ഞു, എൻ്റെ അയൽവാസി അയാളുടെ കയ്യിൽ ഞാൻ ഇന്നലെ ഒരു ഉറുക്ക് കണ്ടു, ഒരു ഏലസ് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഈ വിദ്യാർത്ഥികൾ അവർ പറഞ്ഞു, ജാഹിൽ, ഇവരില്ലാത്തവൻ, എന്തിനു കൊള്ളാം, എന്തിൽ പഠിച്ചിട്ടുണ്ടോ? അവർ അത്ര പറഞ്ഞു അത് അവസാനിപ്പിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്ലാസ്സിലേക്ക് വന്നതിന് ശേഷം പറഞ്ഞു, നമ്മുടെ നാട്ടിൽ അയാൾ തൻ്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുവുമായി വ്യഭിചാരത്തിലേർപ്പെടെ അയാളെ ജനങ്ങൾ പിടികൂടി. വളരെ അടുത്ത ബന്ധുവുമായി വ്യഭിചാരത്തിലേർപ്പെടുന്ന സന്ദർഭം. ഉദാഹരണത്തിന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയും, മാതാവുമായി എന്ന് വിചാരിക്കുക. കുട്ടികൾ ഇത് കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ചു. അവർ പറഞ്ഞു, അവനെ നമ്മൾ അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ഞാൻ തൗഹീദ് നിങ്ങൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് എന്ന്. ഇതാണ് അതിൻ്റെ കാരണം. ഒരാൾ ഉറുക്ക് കെട്ടിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളത് വലിയ ഗൗരവമുള്ള കാര്യമായി എടുത്തില്ല. എന്നാൽ ഒരാൾ വ്യഭിചാരത്തിലകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ധാർമ്മിക രോഷം, ഏതാണ് ഏറ്റവും ഗൗരവമുള്ള തിന്മ? ശിർക്കാണ്. വ്യഭിചാരം ഒരാൾ ചെയ്താലും അയാൾ നരകത്തിൽ പ്രവേശിച്ചാൽ തന്നെയും അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ട് തൗഹീദുണ്ട് എങ്കിൽ. എന്നാൽ ഒരാൾ ശിർക്ക് ചെയ്താൽ അയാൾ ഒരു ദിവസം പോലും വ്യഭിചരിച്ചിട്ടില്ല എങ്കിലും ഒരിക്കൽ പോലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഒരു ദിവസം പോലും. എന്താണ് അതിൻ്റെ ഗൗരവം? അല്ലാഹു അല്ലാത്തവരെ ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹു അല്ലാത്തവരോട് സഹായത്തേട്ടം നടത്തിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ, ശിർക്കിലായിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ ഒരു ദിവസം പോലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിൽ താഴെയുള്ള എന്തെല്ലാം തിന്മകൾ അയാൾ ചെയ്താലും അയാൾക്ക് തൗഹീദുണ്ട് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും.